നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 3, കാണാതായവർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ലോകം പ്രാർത്ഥിക്കുന്ന ഒരു ദിനം. അങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കുഞ്ഞു കാര്യമുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ നമുക്ക് മിസ്സാകുന്നത്? നമുക്കൊപ്പമുള്ള ആരെങ്കിലുമാണോ, അതോ നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്കൊപ്പം ജോലി ചെയ്യുന്ന ആരെങ്കിലുമോ? ഇനി അതുമല്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും ആയിരിക്കുമോ? ഇനി ഒരു കുഞ്ഞു കഥ പറയാം. ഒരു വലിയ തറവാട്ടിലെ ഡൈനിങ് ടേബിളിന്റെ അറ്റത്തായി ഒരു കസേര എന്നും ഒഴിച്ചിട്ടിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നാട് വിട്ടുപോയ തൻ്റെ മകൻ വന്നെങ്കിലോ എന്ന് കരുതി ഒരമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷേ അതേ വീട്ടിലെ മറ്റൊരു മുറിയിൽ മക്കളോ പേരക്കുട്ടികളോ മിണ്ടാത്തതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയ ഒരു അച്ഛനുമുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു അയൽവാസി ആ അമ്മയോട് ചോദിക്കുകയാണ്, കാണാതായ മകന് വേണ്ടിയാണല്ലോ ഈ കസേര, പക്ഷേ അപ്പുറത്തെ മുറിയിലുള്ള അച്ഛനോട് നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? അവർ പറഞ്ഞു, അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അയൽവാസിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, അല്ല, ശരീരം ഇവിടെയുണ്ട്, പക്ഷേ ആ മനസ്സിലെ അച്ഛനെ നിങ്ങൾ പണ്ടേ കൊന്നുകളഞ്ഞു. അയാൾ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു മിസ്സിംഗ് പേഴ്സൺ ആണ്. സംഗതി ഒരു കുഞ്ഞു കഥയാണ്, പക്ഷേ വലിയൊരു കാര്യം ഇതിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെയൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസിലും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും മാത്രമല്ല മിസ്സിംഗ് എന്ന വാക്ക് വേണ്ടത്. വൃദ്ധസദനത്തിന്റെ വരാന്തകളിൽ മക്കളെ കാത്തിരിക്കുന്ന മാതാപിതാക്കളിലും മക്കളുടെ സ്നേഹം കൊതിക്കുന്ന വീടുകളിലും ഇന്ന് വലിയൊരു ശൂന്യതയുണ്ട്. മക്കൾക്ക് മാതാപിതാക്കളെ ഭാരമാകുന്നതും മാതാപിതാക്കൾക്ക് മക്കൾ അന്യരാകുന്നതും ഇന്നത്തെ വലിയൊരു സാമൂഹ്യ പ്രശ്നവുമാണ്. പല മിസ്സിങ്ങുകളും സ്റ്റാറ്റസ് ആക്കുമ്പോൾ കാണാതായവരുടെ പട്ടികയിൽ വീടിനുള്ളിലെ ഈ സ്നേഹബന്ധങ്ങൾ ഉൾപ്പെടാതിരിക്കണം. കൂടെയുള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കണം, അവർ നഷ്ടമാകുന്നതിന് മുൻപ്. ഈ തിരിച്ചറിവോടെ ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ഇന്ത്യ US വ്യാപാര കരാറിന് ധാരണ. 50% തീരുവ 18 കുറയ്ക്കുമെന്ന് ട്രംപ്. പ്രഖ്യാപനം സ്വാഗതം ചെയ്തും വ്യാപാര കരാറിനെ പരാമർശിക്കാതെ മോദിയുടെ എക്സ് പോസ്റ്റ്. ലോകസമാധാനത്തിന് സഹായകരമാകുന്ന തീരുമാനമെന്ന് മോദി. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് ട്രംപ്. മോദി ഒടുവിൽ ട്രംപിന് കീഴടങ്ങിയെന്ന് കോൺഗ്രസ്. സർക്കാർ ഇടപെടൽ ഫലം കണ്ടു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ OP ബഹിഷ്കരണ സമരം മാറ്റിവെച്ചു. അധ്യാപനവും ഇന്ന് പുനരാരംഭിക്കും. ചർച്ചകൾ അനുകൂലമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA. വ്യവസായി CJ റോയിയുടെ മരണത്തിൽ അന്വേഷണം ഊർജിതം. മരണസമയത്ത് ഓഫീസിലുണ്ടായിരുന്ന IT ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യും. സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ. കൊള്ളയിൽ പങ്കില്ല എന്ന തന്ത്രി, ഗൂഢാലോചനയിൽ പങ്കെന്ന SIT, സ്വാഭാവിക ജാമ്യത്തിനായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി. പ്രതികളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത രേഖകളിൽ അന്വേഷണം ആരംഭിച്ച് ED. മഹാമാഘ മഹോത്സവത്തിന് ഇന്ന് സമാപനം. അമൃതസ്നാനം രാവിലെ 8 മണിക്ക്. സ്നാനത്തിൽ പങ്കുചേരാൻ നാഗസന്യാസി വര്യന്മാർ ഉൾപ്പെടെയുള്ള സന്യാസിമാരും ആയിരക്കണക്കിന് ഭക്തജനങ്ങളും. തവനൂർക്കരയിലും തിരുനാവായയിലും വിവിധ പരിപാടികൾ. സന്തോഷ് ട്രോഫിയിൽ ഇന്ന് സെമി ലൈനപ്പ്. ക്വാർട്ടറിൽ കേരളവും അസമും തമ്മിലുള്ള മത്സരം ഉച്ചയ്ക്ക് 2 മണി മുതൽ. വനിതാ പ്രീമിയർ ലീഗിൽ തുടർച്ചയായി 4ാം ഫൈനൽ ലക്ഷ്യമിട്ട് ഡൽഹി ക്യാപിറ്റൽസ്. എതിരാളികൾ ഗുജറാത്ത് ടൈറ്റൻസ്. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന് ധാരണയായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങളുടെ തീരുവ 25% നിന്നും 18% കുറയ്ക്കുമെന്നുമാണ് പ്രഖ്യാപനം. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നും ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് അറിയിച്ചു. അതേസമയം എക്സിലൂടെ നന്ദി അറിയിച്ച് നരേന്ദ്രമോദിയും രംഗത്ത് വന്നു. 2 വലിയ സമ്പദ് വ്യവസ്ഥകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഗുണകരമെന്നും നിരവധി സഹകരണ സാധ്യതകൾ തുറക്കുമെന്നുമാണ് പ്രധാനമന്ത്രി പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സ്വപ്ന ചേരുന്നുണ്ട്. സ്വപ്ന, ഏറെ ദിവസത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു കരാർ തന്നെ നമുക്ക് പ്രാവർത്തികമാകുന്നത്. പക്ഷെ അപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി ഇതിനെക്കുറിച്ചൊരു പരാമർശം നടത്തിയില്ല എന്നതാണ് പ്രധാനമായ ഒരു ആക്ഷേപം. എന്താണ് ഇപ്പോഴും നിലനിൽക്കുന്ന അവ്യക്തത?
ഗുഡ് മോർണിംഗ് ലിജിൻ. എന്തായാലും ഇന്നത്തെ ഈ ഒരു രാവിലെ വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യൻ വിപണികൾക്ക് ആവേശം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുമായിട്ടാണ്. അതായത് നമുക്കറിയാം ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ 2 പതിറ്റാണ്ട് നീണ്ടുനിന്ന ചർച്ചകൾക്കൊക്കെ ശേഷം ഒരു സുപ്രധാന കരാറുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഒരു കരാറിലേക്ക് നമ്മൾ കടന്നു ചെന്നത്. അതേ ആഴ്ച തന്നെ അമേരിക്ക എന്ന സാമ്പത്തിക ശക്തിയുമായി വീണ്ടും ഒരു കരാറിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കരാർ സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം നടത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നതാണ്. ആദ്യമായി ഒരു പ്രഖ്യാപനം നടത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നതാണ്. കഴിഞ്ഞ ദിവസം മോദിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി മോദിയുടെ അഭ്യർത്ഥന പ്രകാരം, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം താരിഫ് കുറയ്ക്കുന്നതിനും ഒപ്പം ഇന്ത്യയുടെ താരിഫ് ഇതര തടസ്സങ്ങൾ ഇതെല്ലാം 0 കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒരു വ്യാപാര കരാർ, അതിന് മോദി സമ്മതിക്കുകയായിരുന്നു എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുത്ത സൗഹൃദം താൻ കാത്തു സൂക്ഷിക്കുന്നു. അതുതന്നെയാണ് ഒരുപക്ഷെ ഈ കരാർ ഏറ്റവും വേഗത്തിലാകാൻ സഹായിച്ചത് എന്നും അദ്ദേഹം പറയുവാണ്. എന്തായാലും ഇന്ത്യയുമായി ഇത്തരത്തിൽ മികച്ച ഒരു കരാറിൽ എത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ഒരു കരാറിന്, അമേരിക്കയുമായുള്ള ഈ ഒരു കരാറിന് എല്ലാ കാലവും തടസ്സമായി നിന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നത്, ഒപ്പം ഇറാനിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം റഷ്യയിൽ നിന്ന് വാങ്ങുന്നതും ഇറാനിൽ നിന്ന് വാങ്ങുന്നതും അടക്കം നിർത്താൻ ഇന്ത്യ ഒരു ധാരണ ആയി. ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സമ്മതം പ്രകടിപ്പിച്ചു എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വ്യാപാര കരാറിൽ തീരുവ 25% നിന്ന് 18% കുറയ്ക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാം എല്ലാ കാലവും ഈ പറഞ്ഞതുപോലെ ഈ കരാറുകൾ സംബന്ധിച്ച ചർച്ചകൾ പല ഘട്ടങ്ങളിലും മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ ട്രംപിൻ്റെ ഒരു പ്രതികരണം വന്നതോടെ ഒരു ടെലിഫോൺ കോളിൽ രാവിലെ മോദിയുമായി സംസാരിക്കുന്നു. ആ സമയത്ത് മോദിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു അഭ്യർത്ഥന ഉണ്ടാകുന്നു. ഈ കാര്യം സംബന്ധിച്ച്, കരാർ സംബന്ധിച്ച ഒരു ധാരണയിലെത്താം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. പക്ഷേ ഇപ്പോഴും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു സ്ഥിരീകരണം പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഈ ട്രംപിൻ്റെ പോസ്റ്റിന് പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ ഈ ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് നന്ദി അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഈ വ്യാപാര കരാർ ആയി എന്ന് ഇനിയും സ്ഥിരീകരിക്കാതെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്നാണ് എടുത്തു പറയേണ്ടത്. ഈ വ്യാപാര കരാർ എന്ന ഒരു വാക്കോ പരാമർശമോ ഈ പോസ്റ്റിൽ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഈ ട്രംപിൻ്റെ ഈ ഒരു നേതൃത്വം ലോക സമാധാനത്തിന് സഹായകരമാണ്, ഒപ്പം ട്രംപിൻ്റെ സമാധാന ശ്രമങ്ങളെ താൻ പിന്തുണയ്ക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറയുന്നു. മാത്രമല്ല 2 സാമ്പത്തിക വ്യവസ്ഥകൾ ഒന്നിച്ചു വരുമ്പോൾ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമാണ് എന്നും, ഒപ്പം ഈ ഒരു അത്ഭുതകരമായ പ്രഖ്യാപനം, അതിന് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ പേരിൽ താൻ നന്ദി അറിയിക്കുന്നു, ട്രംപിനെ നന്ദി അറിയിക്കുന്നുവെന്നും മോദി എക്സിൽ കുറിക്കുന്നുണ്ട്. നമുക്കറിയാം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇടപാട്, പ്രതിരോധ ഇടപാടുകൾ, ഇതിൻ്റെയൊക്കെ പേരിലാണ് ഇന്ത്യക്ക് 50% നേരത്തെ അധിക തീരുവ ട്രംപ് ഏർപ്പെടുത്തിയത്. എന്തായാലും ഇതെല്ലാം ഈ ഒരു കരാർ ധാരണയിലെത്തിയതോടെ ഇല്ലാതാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങൾ തമ്മിൽ കടുത്ത വ്യാപാര നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നു. അതിനെല്ലാം ഈ ഒരു കരാറോടെ ഇളവ് വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇതിൻ്റെ രൂപരേഖ തയ്യാറായി കഴിഞ്ഞു. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യ പിന്മാറുമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. എന്തായാലും പുതിയ കരാർ അനുസരിച്ച് അമേരിക്കയിൽ $500 ബില്യൺ ഇന്ധനവും സാങ്കേതിക വിദ്യയും ഇന്ത്യ വാങ്ങാനുള്ളൊരു തീരുമാനമാണ്. പക്ഷേ റഷ്യൻ എണ്ണയ്ക്ക് പകരമായി വെനിസ്വേലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ അമേരിക്ക അനുമതി നൽകിയത്. നമുക്കറിയാം അമേരിക്ക വെനിസ്വേല ആക്രമിച്ചപ്പോൾ തന്നെ അതിൻ്റെ പിന്നിലുള്ള ട്രംപിൻ്റെ തന്ത്രം എന്താണ് എന്നൊരു പക്ഷേ നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് തന്നെയാണ്. ലോകമെമ്പാടും ഒരു പ്രമുഖ എണ്ണ കച്ചവടക്കാരനായി മാറുക എന്ന അമേരിക്കയുടെ ആ ആഗ്രഹമാണ് ഒരുപക്ഷെ ഒരു പരിധിവരെ സഫലമായിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. എന്തായാലും ട്രംപിൻ്റെ താരിഫുകൾ പ്രാബല്യത്തിൽ വന്നതോടെ അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി വളരെ വല്ലാതെ ഇടിഞ്ഞൊരു സാഹചര്യമായിരുന്നു. അതൊക്കെ ഇപ്പോൾ കടന്നു പോകാൻ എന്തായാലും ഈ ഒരു കരാർ പ്രഖ്യാപനത്തിലൂടെ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു. യുക്രൈനിലെ വിഷയങ്ങളടക്കം ഈ കാര്യത്തിൽ സംസാരിച്ചു എന്നതടക്കം US അംബാസഡർ സെർജിയോ ഗോർ അത് സംബന്ധിച്ച് ഒരു ഉറപ്പ് തരുന്നുണ്ട്. എന്തായാലും കരാർ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി തുടരുക. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ
തങ്ങളോടൊപ്പം തുടരുക എന്നാണ് ഈ അംബാസിഡർ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിലനിരുന്ന ഈ ഒരു അനിശ്ചിതത്വങ്ങളെല്ലാം നീങ്ങി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ കരുത്താർജിക്കുമെന്നാണ് പ്രധാനമായും വിലയിരുത്തുന്നത്. പ്രധാനമായും കൃഷി, ഒപ്പം വസ്ത്രവ്യാപാരം, ഓട്ടോമൊബൈൽ, ഈ മേഖലകളിലെല്ലാം ഓട്ടോമൊബൈൽ പാർട്സ്, ഇതിലെല്ലാം ഇന്ത്യൻ കയറ്റുമതിക്ക് ഈ ഒരു പുതിയ തീരുമാനം വലിയ രീതിയിലുള്ള ആശ്വാസകരം. മാത്രമല്ല ഈ ശീതീകരിച്ച ഇറച്ചി, പഴവർഗ്ഗങ്ങൾ ഇതിൻ്റെയൊക്കെ കയറ്റുമതിയിൽ 90% ഇളവുകൾ ലഭിക്കുമെന്ന സൂചനയാണ് എന്തായാലും ഇപ്പോൾ ലഭിക്കുന്നത്. മാത്രമല്ല ഇന്ത്യൻ വിപണിയിലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയ്ക്കാൻ കേന്ദ്ര സർക്കാരും ഇതിന് പിന്നാലെ ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ അമേരിക്ക ഈ ഒരു കരാർ ധാരണയിലെത്തുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമായാൽ എന്നാണ് ഇപ്പോഴും പറയുന്നത്. കാരണം ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും ഇനിയും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്, റഷ്യയിൽ നിന്നുള്ള പ്രതിരോധ ഇടപാടുകൾ എണ്ണ വാങ്ങുന്നത്, ഇതൊക്കെ നിർത്തി അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു സ്ഥിരീകരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ട്രംപ് ട്രൂത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ പറയുന്നു. അതിന് എക്സിൽ നന്ദി മാത്രം അറിയിക്കുന്നു, കരാറിന് യാതൊരു പരാമർശവും ഇല്ലാതെ. സോ അതുകൊണ്ട് തന്നെ ഈ കരാർ യാഥാർത്ഥ്യത്തിലായാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി അമേരിക്ക മാറുമെന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും ഈ ഒരു കരാർ പ്രഖ്യാപിച്ച് ഈ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ട്രംപ് ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയതിനു ശേഷം അമേരിക്കൻ വിപണികളിൽ വലിയ രീതിയിലുള്ള ഉണർവ് ദൃശ്യമാണെന്നും നമുക്ക് റിപ്പോർട്ടുകളുണ്ട്. ലിജിൽ, അതോടൊപ്പം ഒരു കാര്യം കൂടി, ഈ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞൊരു കാര്യമുണ്ട്. ട്രംപിന് നരേന്ദ്രമോദി കീഴ്പ്പെട്ടു എന്നുള്ള വിമർശനം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ വ്യാപാര കരാർ ആദ്യം പ്രഖ്യാപിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. ഇതിനു മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു സംഘർഷ സമയത്തും താൻ ഇടപെട്ടാണ് ഇത്തരമൊരു നീക്കം നടത്തിയത് അല്ലെങ്കിൽ സമാധാനം കൊണ്ടുവന്നത് എന്നുള്ള അവകാശവാദം ഉന്നയിച്ചത് ട്രംപായിരുന്നു. അന്നും കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ ശക്തമായി ഒരു മറുവാദം അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി മിണ്ടുന്നില്ല എന്ന കാര്യമൊക്കെ ഉയർത്തുകയുണ്ടായി. സമാനമായ രീതിയിലും ഈ വിഷയവും ഇന്ന് പാർലമെന്റിൽ വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായും ലിജിൻ, എപ്പോഴും ഈ ട്രംപ് പറയുന്ന പല കാര്യങ്ങളിലും നമുക്ക് അവിശ്വസനീയതയുടെ ഒരു അംശം എപ്പോഴും, അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് എപ്പോഴും ഉണ്ടായിരിക്കുമെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. അത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനുമായി ഉണ്ടാകുന്ന പല ഇഷ്യൂസിലും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിലും തങ്ങളുടെ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് അമേരിക്ക പലവട്ടം പല വേദികളിൽ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു കാലത്തും ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൻ്റെ ഈ ഒരു വിവരങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുമ്പോഴും അല്ലെങ്കിൽ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ ട്രംപ് ഇക്കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, മോദിയുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം എന്തായാലും ഇല്ല എന്നതാണ് പ്രതിപക്ഷം ഏറ്റവും വലിയ ആയുധമാക്കി ഇപ്പോൾ മാറ്റാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല ഈ വിവരങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ ഈ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ ഇന്നിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടേക്കും. സ്വാഭാവികമായും പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. കാരണം ഈ എക്സിലൂടെ നന്ദി അറിയിച്ചു എന്നതിനപ്പുറം കരാർ സംബന്ധിച്ച ഒരു വിവരങ്ങളും പുറത്തുവിട്ടില്ല. സ്വാഭാവികമായും ഈ കരാർ സംബന്ധിച്ച് അമേരിക്കയുടെ ഭാഗത്തുനിന്നും ആണ് ഒരു ആദ്യ പ്രഖ്യാപനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് പ്രതിപക്ഷം എന്തായാലും സ്വാഭാവികമായും പാർലമെന്റിൽ ഇത് ചോദ്യം ചെയ്യിക്കും. നേരത്തെ തന്നെ പ്രധാനമന്ത്രി ട്രംപിന് കീഴടങ്ങിയെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചിരുന്നു. മുൻപും പല കാര്യങ്ങളിലും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള പല കാര്യങ്ങളിലും ഇതേ ഒരു നിലപാട് കോൺഗ്രസ് പ്രതിപക്ഷം അടക്കം പാർലമെന്റിലടക്കം സ്വീകരിച്ച് നമുക്ക് അറിയാവുന്നതാണ്. അതേസമയം ഇന്നും ഇപ്പോൾ പാർലമെന്റ് പ്രക്ഷുബ്ധമാകുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ മുൻ കരസേനാ മേധാവി എം നരവനെയുടെ പ്രസ്താവന, അതിൽ പാർലമെന്റ് വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യം, ചൈനയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുന്നതിൽ വ്യക്തമായ ഒരു ഉത്തരവ് ലഭിച്ചിരുന്നില്ല എന്നൊരു കുറിപ്പ് കഴിഞ്ഞ ദിവസം രാഹുൽ പാർലമെന്റ് പുറത്തുവിടുകയായിരുന്നു. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ വിശദീകരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ ഇവരൊന്നും ഈ പുറത്തു വരാത്ത, പ്രകാശിതമാകാത്ത പുസ്തകത്തിലെ കാര്യങ്ങൾ എങ്ങനെയാണ് സഭയിൽ ഉന്നയിക്കാൻ സാധിക്കുന്നത്, അത് ചട്ടവിരുദ്ധമാണ് എന്ന് ആവർത്തിച്ച് രാജ്നാഥ് സിംഗും അമിത്ഷായും ചൂണ്ടിക്കാട്ടുകയായിരുന്നു. എന്നാൽ ഈ കാരവൻ മാഗസിൻ അതിൽ വന്ന റിപ്പോർട്ട് അതനുസരിച്ചിട്ടാണ് താൻ ഇത് പറയുന്നത് എന്ന് പറഞ്ഞായിരുന്നു രാഹുലിൻ്റെ ഒരു തിരിച്ചടി. എന്തായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ കഴിഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഒരു വാക്പോരിനൊക്കെ കഴിഞ്ഞ ദിവസം പാർലമെന്റ് സാക്ഷ്യം വഹിച്ച് നമ്മൾ കണ്ടതാണ്. നരവന, നമുക്കറിയാം മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവൻ എഴുതിയ പുസ്തകത്തിലെ പരാമർശങ്ങൾ ഉദ്ധരിച്ച് ചൈനയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ രാഹുൽ ശ്രമിച്ചു. ഇതായിരുന്നു പ്രധാനമായും ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചതും. എന്തായാലും ഇത് ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞ് ഭരണപക്ഷം ഇതിനെ എതിർക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി വീണ്ടും പ്രസംഗം തുടരാൻ ശ്രമിച്ചു. ഈ പുസ്തകം ഇറക്കാൻ നരവനെ സർക്കാർ അനുവദിച്ചില്ല എന്നാണ് രാഹുൽ പ്രധാനമായും ഈ സഭയിൽ ആരോപിച്ചത്. എന്തായാലും രാഹുൽ ഗാന്ധിയും അമിത്ഷായും തമ്മിലുള്ള ആ ഒരു നേർക്കുനേർ പോരിനാണ് കഴിഞ്ഞ ദിവസം ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. ഈ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് പലതവണ ഓഫാക്കുകയായിരുന്നു. ഇതെല്ലാം വലിയ പ്രതിഷേധത്തിന് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കാരണമായി. ഈ ആധികാരികമല്ലാത്തവ സഭയിൽ വായിക്കരുത് എന്ന സഭാചട്ടം
അത് പാലിക്കണമെന്നാണ് സ്പീക്കർ ഓം ബിർള വീണ്ടും ആവശ്യപ്പെട്ടത്. പക്ഷേ തൻ്റെ കയ്യിലുള്ള മാഗസിനാണ് വായിക്കുന്നതെന്ന് പറഞ്ഞു. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഈ സ്പീക്കറുടെ നടപടിയെല്ലാം ചോദ്യം ചെയ്തതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. എന്തായാലും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ഇത് സമാനമായ തടസ്സങ്ങൾ ഇന്നും ഇപ്പോൾ നേരിടേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പും പ്രതിപക്ഷം നൽകിയിട്ടുണ്ട്. പലതവണ കഴിഞ്ഞ ദിവസം തടസ്സപ്പെട്ടു. അതിൻ്റെയൊക്കെ ഒരു ആവർത്തനം ഒരുപക്ഷേ ഇന്നിപ്പോൾ നമുക്ക് പാർലമെന്റിൽ കാണാൻ സാധിക്കും. ലിജിൻ, ശരി, എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. മാത്രമല്ല ഈ 18% തീരുവ കുറച്ചതിന് അദ്ദേഹം നന്ദി പറയുന്നു. പക്ഷെ അപ്പോഴും ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം എന്തായാലും നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയിട്ടില്ല. ഒപ്പം തന്നെ ട്രംപ് ഈ വിഷയം ആദ്യം ഉന്നയിച്ചതിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. അതിന്ന് ഈ പറഞ്ഞതുപോലെ സ്വാഭാവികമായും പാർലമെന്റിലും ഇന്ന് ഉണ്ടായേക്കും. ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയ തീരുവ 50% നിന്നും 18% കുറയ്ക്കാൻ തീരുമാനിച്ചത് വിപണിയിൽ അനുകൂലമായ മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് കൂടി ചേരുന്നുണ്ട്. ദിലീപ്, ഈ തീരുമാനം വിപണിയെ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? ഇന്ന് വലിയൊരു നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിപണി കാത്തിരുന്ന US-ഉമായുള്ള വ്യാപാര കരാർ ഏകദാണ്ട് നിലവിൽ വന്നേക്കുമെന്നുള്ള ഒരു സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു നേട്ടം ഇന്ന് വിപണിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റങ്ങൾ പ്രകടമായിരുന്നു. ബജറ്റ് ദിവസം STT വർധനവിനെ ഉള്ള നിർദ്ദേശത്തെ തുടർന്ന് ബജറ്റ് ദിവസം വിപണിയിൽ വിൽപ്പന ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ദീർഘകാല അടിസ്ഥാനത്തിലുള്ള രാജ്യത്തിൻ്റെ ധനസ്ഥിതിയും ഒപ്പം തന്നെ സാമ്പത്തിക രംഗവും മെച്ചപ്പെടുത്തുന്നുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടിയ ഒരു സ്വീകാര്യത എന്ന രീതിയിൽ ഇന്നലെ വിപണി ഒരു തിരിച്ചുകയറ്റവും പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ഒരു നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നതും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം US-ഉമായിട്ടുള്ള ഒരു വ്യാപാര ബന്ധം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ഒപ്പം തന്നെ വിപണിയിൽ ഉണ്ടാകേണ്ട ഒരു ഉയർച്ചയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മുൻനിര ഓഹരികളെക്കാൾ അധികം രണ്ടാം നിര ചെറുകിട ഓഹരികൾ ഉണ്ടായിട്ട് വലിയൊരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു വ്യാപാര കരാർ നിലവിൽ വരാത്തതിൻ്റെതായിരുന്നു. മാത്രമല്ല 2 ഘട്ടങ്ങളിലായി 50% വരെ ഉയർത്തിയ തീരുവ ആണ് ഇപ്പോൾ 18% കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ വിപണിക്ക് നൽകും. വിപണിയിൽ ആ ഒരു നേട്ടം തുടർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിലേക്ക് തിരിച്ചു വന്നേക്കുമെന്നതിൻ്റെ സൂചന ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രൂപയിലുണ്ടായിട്ടുള്ള വിലയിടിവാണ്. വിദേശ നിക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന നഷ്ടത്തിന് പുറമെ ഈ കറൻസി വ്യതിയാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടം കൂടി സഹിക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു. ഏതാണ്ട് 20% ആ ഒരു രീതിയിൽ തന്നെ ഒരു നഷ്ടം വിദേശ നിക്ഷേപകർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റം പ്രകടമാകുന്നതും വിപണിയിൽ ഒരു തിരിച്ചുകയറ്റം സാധ്യമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിദേശ നിക്ഷേപകരും വരും തിരിച്ചെത്തിക്കുമെന്നുള്ളതിന് പ്രതീക്ഷ വിപണിയിലുണ്ട്. എന്തായാലും വലിയൊരു നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ആ നേട്ടം നിലനിൽക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക കയറ്റുമതി അധിഷ്ഠിത മേഖലകളിലാണ്. പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽസ് തുടങ്ങിയ മേഖലയിൽ വലിയ തോതിലുള്ള അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആ ഒരു നേട്ടം നിലനിൽക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, എന്തായാലും അമേരിക്ക 18% ഈ തീരുവ കുറയ്ക്കുന്നു. അത് സ്വാഭാവികമായും വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കെ ദിലീപ് കുമാർ നമ്മോട് പങ്കുവച്ചത്. ഇനി മറ്റൊരു ആശ്വാസ വാർത്തയിലേക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാവരും വളരെ പ്രതിസന്ധിയിൽ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ OP ബഹിഷ്കരണം. എന്നാലും ആ സമരം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അധ്യാപനവും ഇന്ന് പുനരാരംഭിക്കുകയാണ്. സർക്കാരുമായി നടന്ന ചർച്ചയെ തുടർന്നാണ് തീരുമാനം. അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഏറെ ആശങ്കയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് രോഗികളെ സംബന്ധിച്ചിടത്തോളവും ഈ മെഡിക്കൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ആശ്വാസമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സമരം മാറ്റിവെച്ചിരിക്കുന്നു. എന്തൊക്കെ നിബന്ധനകൾ, ഉപാധികളാണ് സർക്കാരും ഈ ഡോക്ടർമാരെ മുന്നോട്ട് വച്ചിരിക്കുന്നത്? ലിജിൻ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇത് സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം ഡോക്ടർമാർ OP ബഹിഷ്കരിച്ച് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സമരത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ മെഡിക്കൽ കോളേജുകൾ തന്നെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ പോകുമായിരുന്നു. OP ബഹിഷ്കരണം അത് കഴിഞ്ഞ് അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രം നിലനിർത്തുന്നു. പിന്നീട് ഒരു ഘട്ടമായി ശസ്ത്രക്രിയകൾ തന്നെ ബഹിഷ്കരിക്കുന്ന രീതിയിലൊക്കെ ഘട്ടമായി, മാത്രമല്ല സർവകലാശാല പ്രവർത്തനം, അധ്യാപനം ഉൾപ്പെടെ എല്ലാം ഘട്ടമായി ബഹിഷ്കരിക്കാനായിരുന്നു തീരുമാനം. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടിയാണ്
സർക്കാർ തലത്തിലൊരു ചർച്ച ഉരുത്തിരിയുന്നത്. അതായത് ധനസെക്രട്ടറിയും ആരോഗ്യവകുപ്പ് സെക്രട്ടറി തലത്തിലൊരു ചർച്ചയായിരുന്നു. ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി സെക്രട്ടറി തലത്തിൽ നിന്ന് ചർച്ച. അതിൽ അനുഭാവപൂർവമായ ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഡോക്ടർമാർക്ക് ഒരു പ്രതീക്ഷ ലഭിച്ചിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അവർ എന്തൊക്കെ ആവശ്യങ്ങളാണോ മുന്നോട്ട് വെച്ചത്, പ്രധാനമായും അവരുടെ എൻട്രി കേഡറിലെ ശമ്പള തസ്തിക, അതായത് പ്രവേശന സമയത്തുള്ള തസ്തിക, അതിൽ ബേസിക് സാലറി വർധനമുണ്ടാകണം, ഒപ്പം തന്നെ അടിസ്ഥാന ശമ്പളത്തിലെ വർധന, അതിനപ്പുറത്തേക്ക് ഡോക്ടർമാർ ശമ്പള പരിഷ്കരണ കുടിശ്ശിക നടപ്പാക്കണം, DA കുടിശ്ശിക അനുവദിക്കണം, അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു വർധന, ഇത് അടക്കമുള്ള ആവശ്യങ്ങളായിരുന്നു അവർ പ്രധാനമായി ഉന്നയിച്ചത്. എന്നാൽ മുന്നോട്ട് വയ്ക്കുന്നത് എൻട്രി കേഡറിലെ തസ്തിക, ആ തസ്തികയിലെ ശമ്പളത്തിൻ്റെ വർധനവ്, ഒപ്പം തന്നെയും ഡോക്ടർമാരുടെ രോഗികൾക്ക് ആനുപാതികമായി ഡോക്ടർമാരുടെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ തസ്തികകൾ വർദ്ധിപ്പിക്കുക. ഇതിലൊക്കെ തന്നെയും ഒരു തീരുമാനം ഏറെക്കുറെ ഒരാഴ്ചയ്ക്കുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നൊരു ഉറപ്പ് സർക്കാർ തലത്തിൽ ഈ സെക്രട്ടറി തലത്തിൽ നടന്ന ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഉറപ്പിന്മേലാണ് ഡോക്ടർമാർ സമരത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് പിന്മാറുന്നു. അതായത് ഇന്ന് മുതൽ OP ബഹിഷ്കരണമൊക്കെ മാറുന്നു. OPകളൊക്കെ പൂർണ്ണ സജ്ജമായി തന്നെ പ്രവർത്തിക്കും. ഒപ്പം സർവകലാശാല അധ്യാപന ജോലികൾ ഉൾപ്പെടെ തന്നെയും എല്ലാം വളരെ പൂർണ്ണ തോതിൽ സജ്ജമായി തന്നെ പ്രവർത്തിക്കും. അതായത് ഇന്ന് മുതൽ ബഹിഷ്കരണത്തിൽ ഇന്നലെ ഒരു ബഹിഷ്കരണം ഉണ്ടായിരുന്നു, അത് മാറുന്നു. ഇന്നു മുതൽ മെഡിക്കൽ കോളേജും ഡോക്ടർമാർ, അവരുടെ ആശുപത്രിയിലെ ഡോക്ടർമാരും ഒപ്പം തന്നെ കോളേജ് അധ്യാപനവും ഒക്കെ തന്നെയും പൂർണ്ണ തോതിൽ സജ്ജമായി തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരം കടുപ്പിക്കാൻ തന്നെയാണ് ഡോക്ടർമാരുടെ സംഘടനയുടെ പ്രഖ്യാപനം. തീർച്ചയായിട്ടും അനുഭവിച്ച മറ്റൊരു കാര്യം ഈ നിയമസഭയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. കാരണം ഇന്നും ഈ ബജറ്റിന്മേലുള്ള ചർച്ച ഉണ്ടാവുകയാണ്. സ്വാഭാവികമായും ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ് ഈ ശബരിമല വിഷയം. ഇന്നും പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിഷേധം തുടരാൻ തന്നെയായിരിക്കുമോ സാധ്യത? ലിജിൻ, ഇന്നും ബജറ്റുമേലുള്ള ചർച്ച തുടരും. കാരണം 5-ാം തീയതി വരെ ഈ ഒരു ഘട്ടത്തിലെ സഭാ സമ്മേളനം ചേരുകയാണ്. 5-ാം തീയതി വരെ ബജറ്റുമേലുള്ള ചർച്ച തന്നെയായിരിക്കും. അതിനുശേഷമാണ് രണ്ടാഴ്ച സഭ ചേരുകയില്ല. ഇന്ന് നിയമസഭയിൽ പ്രധാനമായും ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ 2 MLA സത്യാഗ്രഹ സമരം നടത്തുകയാണ്. AK അഷ്റഫും ഒപ്പം CV രാമകൃഷ്ണൻ 2 പേരും സമരം നടത്തുകയാണ്. 2 MLA സമരം തുടരുന്നു. ഒപ്പം തന്നെയും തുടക്കത്തിൽ ശബരിമല വിഷയം ഉയർത്തിക്കാട്ടിയുള്ള പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെ ഇന്നും നിയമസഭയിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെയും ചോദ്യോത്തരവേളയുമായൊക്കെ സഹകരിക്കും. അടിയന്തര പ്രമേയമായി ഇന്ന് ഏത് വിഷയം കൊണ്ടുവരുമോ അടിയന്തര പ്രമേയം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. KK രമ പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നു. അത് അവതരണാനുമതി പോലും നിശ്ചയിച്ചു. പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയം സർക്കാർ അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ളത്, അങ്ങനെയാണെങ്കിൽ സഭയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഇന്ന് സഭയിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാനായി രാവിലെ തന്നെ പാർലമെന്ററി പാർട്ടി യോഗം UDFന്റെ ചേരുന്നുണ്ട്. ഈ പാർലമെന്ററി പാർട്ടി യോഗം കാരണം ഈ നിരന്തരമായി സർക്കാരിൻ്റെ ഒരു സമീപനം, കാരണം സർക്കാർ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ മാത്രം ചർച്ച നടത്തുന്നു, മറ്റു വിഷയങ്ങൾ ചർച്ചയിൽ അവതരിപ്പിക്കാൻ പോലും അനുവാദം നൽകുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അങ്ങനെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് നിലപാടുണ്ടാകുമ്പോൾ സഭയിൽ പ്രത്യേകിച്ച് ശബരിമല ഉൾപ്പെടെ സർക്കാരിനെ പ്രതിരോധത്തിലാവുന്ന വിഷയങ്ങളും നിരവധിയുണ്ട്. ആ വിഷയങ്ങളിൽ സഭയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതടക്കം ചർച്ച ചെയ്യാനാണ് രാവിലെ തന്നെ പാർലമെന്ററി പാർട്ടി യോഗം 8 മണിയാകുമ്പോൾ തന്നെ ചേരും. ഒപ്പം മറ്റൊരു വിഷയം സഭയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ വരുന്ന കാര്യത്തിൽ ഇന്നലെ സഭയിൽ ഉണ്ടായിരുന്നില്ല, ഇന്ന് സഭയിൽ ഉണ്ടാകും. അതിലൊരിപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. ഒരു ഭാഗത്ത് രാഹുലിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊണ്ടുള്ള ഹർജി, ആ പരാതി ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റിയുടെ മുന്നിലുണ്ട്. ഇന്നലെ എത്തിക്സ് കമ്മിറ്റി ചേർന്ന് അതിലൊരു തീരുമാനമെടുത്തു. 23 ഹിയറിംഗിലേക്കൊക്കെ മാറ്റിവെച്ചെങ്കിലും സഭയിൽ ഇപ്പോഴും അയോഗ്യത കൽപ്പിക്കാത്തിടത്തോളം കാലം സഭയിൽ MLA തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ ഇന്നലെയും ഒന്നും സഭയിലെത്തിയില്ല. ഇന്നോ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ സഭയിലെത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ലിജിൻ, തീർച്ചയായിട്ടും എന്തായാലും നിയമസഭ ഇന്ന് വീണ്ടും സമ്മേളിക്കുമ്പോൾ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തും. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സർക്കാരിന് വേണ്ടപ്പെട്ട വിഷയം മാത്രം അടിയന്തര പ്രമേയമായി എടുക്കുന്നു, അല്ലാത്ത വിഷയം തള്ളുന്നു എന്നുള്ള കടുത്ത വിമർശനം പ്രതിപക്ഷം ഉയർത്തുകയാണ്. സ്വാഭാവികമായും ഇന്നും പ്രതിപക്ഷം പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അൻഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. UDFന്റെ ഉഭയകക്ഷി ചർച്ചകൾ ഇന്നും തുടരുകയാണ്. കേരള കോൺഗ്രസുമായും മുസ്ലിം ലീഗുമായും ഇന്ന് ചർച്ചകൾ നടക്കും. ഇതിൽ കേരള കോൺഗ്രസിന്റെ ചർച്ച ഏറെ നിർണായകമാണ്. 4 സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കം ചെറുക്കാനാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. അൻഫിലിറ്റ് തുടരുന്നുണ്ട്. അൻഫിലിറ്റ്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിന്റെ ചർച്ച വളരെ നിർണായകമാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം കഴിഞ്ഞ തവണ മത്സരിച്ച അത്രയും സീറ്റിൽ തന്നെ തങ്ങൾക്ക് മത്സരിക്കണം എന്നുള്ള നിലപാടാണ് കേരള കോൺഗ്രസിലുള്ളത്. പക്ഷെ അപ്പോഴും 4 സീറ്റ് കോൺഗ്രസ് എടുക്കും എന്ന് പറയുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഈ ചർച്ചകൾ പുരോഗമിക്കുക?
ലിജിലിന് ഈ ഉഭയകക്ഷി ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കും. കാരണം എത്രയും വേഗം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര ആരംഭിക്കുന്നത് 6-ാം തീയതിയാണ്. ഈ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളൊക്കെ അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എത്രയും വേഗത്തിൽ ഈ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ഘടകകക്ഷികളുമായുള്ള ചർച്ചകളാണ് വേഗത്തിൽ തീർക്കുക. നിലവിലെ സാഹചര്യത്തിൽ ഒരു ചെറിയൊരു പ്രശ്നമുള്ളത് കേരള കോൺഗ്രസുമായി മാത്രമാണ്. ഈ കേരള കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ചത് 10 സീറ്റുകളിലാണ്. പക്ഷേ ഇത്തവണയും 10 സീറ്റിൽ മത്സരിക്കണമെന്നൊരു ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് സംബന്ധിച്ച് ഈ ഇത്തവണത്തെ 2026 വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ജയസാധ്യത അതിനപ്പുറത്തേക്ക് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. അത് കോൺഗ്രസ് ആയാലും ഘടകകക്ഷികളായാലും അതേ നിലപാട് സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നത്. 10 സീറ്റുകളിൽ കഴിഞ്ഞ തവണ മത്സരിച്ച കേരള കോൺഗ്രസ് ആകട്ടെ ആകെ ജയിച്ചത് 2 സീറ്റുകളാണ്. PJ ജോസഫും മോൻസ് ജോസഫുമാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ അതിനപ്പുറം ബാക്കി 8 സീറ്റുകൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതൊക്കെ തന്നെ കേരള കോൺഗ്രസ് പറയുന്നത് UDFന് എതിർവികാരമായിരുന്നു. UDF ജയിച്ച കോൺഗ്രസ് പോലും 93 സീറ്റുകൾ മത്സരിച്ചപ്പോൾ 21 ജയിച്ചത്. തങ്ങൾ 10 സീറ്റിൽ മത്സരിച്ച് 2 സീറ്റുകളിൽ ജയിച്ചതല്ലേ എന്നൊരു വാദമൊക്കെ അവർ ഉന്നയിക്കുന്നു. ഭരണ അനുകൂല തരംഗം, അതായത് LDFന് അനുകൂലമായ ഒരു തരംഗമുണ്ടായി. ആ തരംഗത്തിൽ എല്ലാവരും കടപുഴകി. UDFിൻ്റെ കക്ഷികളൊക്കെ തന്നെ കടപുഴകി വീണു. അതിൻ്റെ കൂടെ കേരള കോൺഗ്രസ് വീണതാണ്. അല്ലാതെ കേരള കോൺഗ്രസിന് ജനസ്വാധീനമൊന്നും ഇടിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ UDFന് അനുകൂലമായ ഒരു തരംഗമാണുള്ളത്. 10 സീറ്റുകൾ തന്നെ വേണമെന്നൊരു ആവശ്യത്തിൽ കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു. എന്നാൽ കോൺഗ്രസ് ആകട്ടെ 4 സീറ്റുകൾ, പ്രത്യേകിച്ച് ഈ ഇടുക്കി, കോട്ടയം ഈ ഭാഗത്തുള്ള 4 സീറ്റുകളിലാണ് കോൺഗ്രസ് കണ്ണുവെക്കുന്നത്. പക്ഷേ അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കിയിലായാലും കോട്ടയത്തായാലും തങ്ങൾക്കേറെ ജനസ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് എന്ന് അവർ വാദിക്കുകയാണ്. ഒരുപക്ഷെ പൂഞ്ഞാറും ചങ്ങനാശ്ശേരിയും, പൂഞ്ഞാറും ഏറ്റുമാനൂരും വെച്ച് മാറാനുള്ള സാധ്യതയുണ്ട്. പൂഞ്ഞാറ് കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്. ഏറ്റുമാനൂർ കേരള കോൺഗ്രസ് സ്ഥിരമായി മത്സരിക്കുന്ന മണ്ഡലമാണ്. ഏറ്റുമാനൂരും കോൺഗ്രസും പൂഞ്ഞാറും തമ്മിൽ ഒരുപക്ഷെ വെച്ചു മാറാനുള്ള സാധ്യതകളുണ്ട്. അതിലെന്തായാലും ഇന്ന് ഉഭയകക്ഷി ചർച്ച നടക്കുമ്പോൾ അക്കാര്യത്തിൽ തീരുമാനമാകും. പക്ഷേ 4 സീറ്റുകൾ പോയാൽ ബാക്കി 6 സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന ഒരു സാഹചര്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കേരള കോൺഗ്രസ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് നടക്കുന്ന ചർച്ചകൾ നിർണായകം തന്നെയാണ്. ഒപ്പം തന്നെ മുസ്ലിം ലീഗുമായും ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. മുസ്ലിം ലീഗ് നിലവിൽ മത്സരിക്കുന്നത് 27 മണ്ഡലങ്ങളിലാണ്. കഴിഞ്ഞ തവണ 25 മുസ്ലിം ലീഗും 2 ലീഗ് സ്വതന്ത്രരും, അങ്ങനെ ആകെ 27. ഇത്തവണ ലീഗ് അതേ 27 സീറ്റുകളിൽ തന്നെ മത്സരിക്കും. ലീഗിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കാനുള്ള തീരുമാനമൊന്നും കോൺഗ്രസിനില്ല. അത് തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസിന് വ്യക്തമായി തന്നെ അറിയാം. കാരണം ലീഗിനേറെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ തന്നെയാണ് ഏറെക്കുറെ. പക്ഷേ ചില സീറ്റുകൾ വിച്ചുമാറുന്ന കാര്യത്തിൽ തിരുവമ്പാടി, ഗുരുവായൂർ, കോങ്ങാട് ഈ 3 സീറ്റുകളിൽ തമ്മിലാണ് ചുറ്റിപ്പറ്റിയാണ് ചർച്ച. അതിൽ ഗുരുവായൂർ വിട്ടു നൽകില്ല എന്ന് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുകയാണ്. തിരുവമ്പാടിയും കോങ്ങാടുമൊക്കെ കോൺഗ്രസ് ഇപ്പോൾ ഉഭയകക്ഷി ചർച്ച ഔദ്യോഗികമായി ആരംഭിക്കുന്നതേ ഉള്ളൂ. അനൗദ്യോഗിക ചർച്ചകളൊക്കെ തന്നെ ഇത്തരം സീറ്റ് വെച്ചുമാറുന്ന കാര്യങ്ങളൊക്കെ വെച്ചിരുന്നുവെങ്കിലും ഈ ഔദ്യോഗികമായി നടക്കുന്ന ചർച്ചകളിലായിരിക്കും അതിനകത്തൊരു അന്തിമമായ തീരുമാനത്തിലെത്തുക. കോങ്ങാടും തിരുവമ്പാടിയും കോൺഗ്രസ് ആവശ്യപ്പെടുകയാണെങ്കിൽ വെച്ചുമാറാനും തയ്യാറാണ്. ഒപ്പം ഇന്ന് മധുസൂദനൻ മിസ്ത്രി, സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി ഇന്ന് രാത്രിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തുന്നു. നാളെ 2 ദിവസം അദ്ദേഹം ഉണ്ടാകും. കോൺഗ്രസിന്റെ സീറ്റ് ചർച്ചകൾ കൂടി അതിവേഗത്തിൽ ഈ മാസം അവസാനത്തോടുകൂടി മുഴുവൻ സീറ്റുകളിൽ ചർച്ചകൾ ധാരണയാകാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ലിജിൻ, ശരി, എന്നാലും UDFിൻ്റെ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നേരത്തെ തന്നെ ഈ കേരള കോൺഗ്രസും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസിനെ അധികം സമ്മർദ്ദത്തിലാക്കേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. എന്തായാലും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റിലും തങ്ങൾ മത്സരിക്കുമെന്നുള്ള ഉറച്ച നിലപാടുണ്ട്. 4 സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് പറയുമ്പോഴും എന്തായിരിക്കും ഈ ചർച്ചകളിലൂടെ ഉരുത്തിരിയുക എന്നത് വളരെ പ്രധാനമാണ്. അൻഫിനിറ്റ് ആയിരുന്നു വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്നാരോപിച്ച് പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് CPM. ബജറ്റിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് ഇന്ന് സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കും. എല്ലാ ബൂത്തുകളിലും കരിങ്കൊടി ഉയർത്തിയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയും ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കും. കേരളം ഇന്ത്യയുടെ ഭൂപടത്തിൽ പോലും ഇല്ല എന്ന തരത്തിലാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളെന്നും സംസ്ഥാനത്തിന്റെ ന്യായമായ ആവശ്യങ്ങളെ കേന്ദ്രം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുവെന്നും CPM നേതൃത്വം കുറ്റപ്പെടുത്തുന്നു. തിരുനാവായയിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവം ഇന്ന് സമാപിക്കും. സമാപന ദിനത്തിലെ പ്രധാന ആചാരമായ മാഘമകം അമൃത സ്നാനം രാവിലെ 8 മണിക്ക് ആരതി ഘട്ടിൽ നടക്കും. ഇതിനുശേഷം യതിപൂജ നടക്കും. വൈകിട്ട് നടക്കുന്ന നിള ആരതിയോടെ മഹാമാഘ മഹോത്സവം ഔപചാരികമായി സമാപിക്കും. TK അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് എത്രമാത്രം ഭക്തജന തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടത് എന്നുള്ളത്. ഇന്ന് സമാപന ദിവസത്തിലേക്ക് എത്തുമ്പോൾ അതേ രീതിയിലുള്ള തിരക്ക് അല്ലെങ്കിൽ ഭക്തരുടെ കടന്നുവരവ് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ?
ഗുഡ് മോർണിംഗ് നിജിൻ. എന്തായാലും ഭാരതപ്പുഴയിൽ നിളാതീരത്താണ് ഇപ്പോൾ നമ്മളുള്ളത്, പവിത്രമായ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത്. ഇവിടെ കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി ഒരു മഹോത്സവം തന്നെ നടക്കുകയായിരുന്നു. അതിൻ്റെ സമാപനമാണ് ഇന്ന്. മഹോത്സവത്തിലെ ഏറ്റവും പുണ്യമായ കർമ്മമെന്ന് കരുതുന്ന അമൃതസ്നാനം അല്പസമയത്തിനകം ഇവിടെ നടക്കും. ഇപ്പോൾ തന്നെ ആളുകൾ സ്നാനം ചെയ്തു തുടങ്ങി. 8 മണിക്കാണ് സന്യാസിവര്യന്മാർ ഉൾപ്പെടെയുള്ളവർ എത്തി അമൃതസ്നാനത്തിൽ പങ്കെടുക്കുക. എന്തായാലും വളരെ വിപുലമായുള്ള ഒരുക്കങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തുന്നു. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട കടമ ഈ അമൃതസ്നാനത്തിൽ ചെയ്യുന്നതിലൂടെ മോക്ഷം ലഭിക്കുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇന്ന് അതിനുശേഷം നടക്കുന്ന യതീപൂജ മറ്റൊരു വിശേഷപ്പെട്ട കാര്യമാണ്. സനാതനധർമ്മത്തെ നിലനിർത്തുന്നത് സന്യാസിവര്യന്മാരാണ്. അതിനാൽ തന്നെ ആ സന്യാസിവര്യന്മാരെ ആചരിക്കുന്ന ഒരു ചടങ്ങാണ് യതീപൂജ എന്ന് പറയുന്നത്. യതീപൂജയ്ക്ക് ശേഷം ഭണ്ഡാര സമർപ്പണം എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടക്കുന്നു. ഭണ്ഡാര സമർപ്പണം എന്ന് പറയുന്നത് യതീവര്യന്മാർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതിനുശേഷം പതങ്ക് എന്ന് വരുന്ന ഒരു ചടങ്ങ് നടത്തുന്നു. ഈ പതങ്ക് എന്ന് പറയുന്നത് രാജാവും അതുപോലെ തന്നെ പ്രജകളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഏർപ്പാടാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ജാതി മത ഭേദ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അധികാരികളും അതുപോലത്തെ സാധാരണക്കാരും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു ചടങ്ങാണ് ഈ പതങ്ക് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചടങ്ങുകൾ, നിരവധി ചടങ്ങുകൾ തിരുനാവായ തീരത്തും ഒപ്പം തന്നെ തവനൂർ തീരത്തും നടക്കുകയാണ്. തവനൂർ തീരത്ത് രാവിലെ 4 മണിക്ക് തന്നെ മഹാഗണപതി ഹോമം ആരംഭിച്ചു. മുൻ ഗുരുവായൂർ മേൽശാന്തിയായ അച്യുതൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത്. അതിനുശേഷം അവിടെ യാഗം നടക്കും. ഈ ചക്രപൂജയിൽ നിരവധി പേർ പങ്കെടുക്കും. അങ്ങനെ നിരവധി ചടങ്ങുകൾ. വൈകുന്നേരം ലക്ഷദീപ സമർപ്പണമുണ്ട്. അത് കഴിഞ്ഞാൽ നിള ആരതിയുണ്ട്. അങ്ങനെ നിരവധി ചടങ്ങുകളാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് നിളയോരത്ത് കാണാൻ കഴിയും നിരവധി പേർ പലയിടങ്ങളിൽ നിന്നായി ഇവിടെ എത്തുന്നു. ഇന്നലെ മുതൽ ഇവിടെ എത്തി കാത്തു നിൽക്കുന്നവരുണ്ട് പുണ്യസ്നാനത്തിൽ പങ്കെടുക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് നിളാതീരത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഈ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് ഭാരതപ്പുഴയിൽ ഈ മഹോത്സവത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്ന അവസരങ്ങളിൽ സപ്തനദികളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതിനാൽ തന്നെ ആ സമയത്ത് ഇവിടെ പുണ്യസ്നാനം നടത്തുന്നത് വളരെ പുണ്യകരമാണ് എന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു കുടുംബമുണ്ട്. അവർ നേരത്തെ ഉത്തരേന്ത്യയിലൊക്കെ ഇത്തരത്തിൽ പങ്കെടുത്തതാണ്. എങ്ങനെയാണ്? ഇന്നലെ വന്നതാണ്. ഞങ്ങൾ വൈകിട്ട് ആരതി കാണാൻ വന്നു. അതിനുശേഷം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് സ്നാനം കഴിഞ്ഞിട്ട് അമൃത സ്നാനം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ട് കാണാനാണ്. അപ്പോൾ കുടുംബസമേതമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സന്തോഷമായിട്ട് സ്നാനത്തിൽ ചെയ്തിട്ട് പോകണം. ഇതേപോലെ നിരവധി പേർ പുണ്യസ്നാനത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. 8 മണിക്ക് നാഗസന്യാസിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന അമൃതസ്നാനം നടക്കും. നിജിൻ. എന്തായാലും മലപ്പുറം തിരുനാവായിൽ നടക്കുന്ന മഹോത്സവം ഇന്ന് സമാപിക്കുകയാണ്. കേരളത്തിനകത്തും പുറത്തു നിന്നും നിരവധി വിശ്വാസികളാണ് ഇവിടേക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഒഴുകിയെത്തത്. ഇന്നും സമാനമായ രീതിയിൽ ആ വിശ്വാസികളുടെ ഭക്തരുടെ ഒഴുക്ക് അവിടെ ഉണ്ടാകും. അരവിന്ദനായിരുന്നു അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകൾ നോക്കാം. എയർ ഇന്ത്യയുടെ AI-132 ബോയിങ് ഡ്രീം ലൈനർ വിമാനത്തിൻ്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് തകരാറായ സംഭവത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിശദമായ അന്വേഷണം ആരംഭിച്ചു. 260 പേരുടെ ജീവനെടുത്ത അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് സമാനമായ സാങ്കേതിക പ്രശ്നമാണ് ഇവിടെയും ഉണ്ടായത്. ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെടാനിരുന്ന വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് നിലത്തിറക്കിയത്. വിമാന എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിന് പിന്നാലെ പൈലറ്റാണ് ഇന്ധന സ്വിച്ചിലെ തകരാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് റൺ എന്ന നിലയിൽ നിന്ന് കട്ട് ഓഫ് എന്ന നിലയിലേക്ക് സ്വയം മാറുകയായിരുന്നു. സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി ഉടൻ തന്നെ സർവീസ് റദ്ദാക്കി. DGCAയുടെ നിർദ്ദേശപ്രകാരം എയർ ഇന്ത്യ എല്ലാ ബോയിങ് 787 വിമാനങ്ങളിലെയും ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ പരിശോധിച്ചുവെന്നും യാതൊരു പ്രശ്നവും കണ്ടെത്തിയില്ലെന്നും വക്താവ് അറിയിച്ചു. 271 പേർ മരിച്ച അഹമ്മദാബാദ് ദുരന്തത്തിലെ വിമാനത്തിലും ഇന്ധന സ്വിച്ചുകൾ കട്ട് ഓഫ് സ്ഥാനത്ത് കണ്ടെത്തിയിരുന്നു. ഇതാകാം അപകടത്തിന് കാരണമെന്നായിരുന്നു ഒരു നിഗമനം. സമാനമായ പ്രശ്നമാണ് ഇവിടെയും സംഭവിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സമൂഹത്തിൻ്റെ വികാരങ്ങളും ചിന്തകളും വർണ്ണങ്ങളിലൂടെ സംസാരിക്കുമ്പോൾ അത് വെറും ചിത്രങ്ങളല്ല, ഒരു കാലത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ്. ക്രിയേറ്റീവ് ക്യാൻവാസ് എന്ന കലാകാരന്മാരുടെ കൂട്ടായ്മ കൊല്ലത്ത് സംഘടിപ്പിച്ച പ്രദർശനം അവതരണ രീതിയും ആശയങ്ങളും കൊണ്ട് ശ്രദ്ധേയമായി. പ്രദർശനത്തിൽ ഓരോ കലാസൃഷ്ടികളും കാഴ്ചക്കാരുടെ ഉള്ളിൽ വേദനയും ഒപ്പം നിരവധി ചോദ്യങ്ങളും ഉയർത്തി.
സമൂഹത്തിന്റെ മനസാക്ഷിയിൽ ചോദ്യങ്ങളായി ഉയരുന്ന വിഷയങ്ങളെ ദൃശ്യഭാഷയിൽ അവതരിപ്പിക്കുകയാണ് ക്രിയേറ്റീവ് ക്യാൻവാസ് എന്ന കലാസമൂഹം. കലയെ വെറും വിനോദോപാധി എന്നതിലുപരി ഒരു സാംസ്കാരിക ദൗത്യമായും ജീവിതോപാധിയായും കാണുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയാണിത്. വർക്ക്ഷോപ്പുകളും പരിശീലന ക്യാമ്പുകളും വഴിയാണ് ഓരോ കലാസൃഷ്ടിയും രൂപം കൊള്ളുന്നത്. ചിത്രകലയിൽ ടാലൻ്റുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഒതുങ്ങിപ്പോയ കുറേ ചിത്രകാരന്മാരെ ഈ ചിത്രകലയുടെ ഈ ഭാഗങ്ങളിലേക്ക് ക്രിയേറ്റിവിറ്റിയിലോട്ട് കൊണ്ടുവരികയും അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള ചിത്രങ്ങളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളെയും നമ്മൾ ഈ ചിത്രകല ഈ പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതും നമുക്ക് ആ ചിത്രകാരന്മാരിൽ നിന്നും അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ സമൂഹത്തിന് നൽകത്തക്ക രീതിയിലുള്ള മെസ്സേജുകൾ ചിത്രങ്ങളിലൂടെ നൽകാൻ നമുക്ക് കഴിയുന്നുണ്ട്. കൊല്ലം ആശ്രാമം 8 പോയിന്റ് ആർട്ട് കഫേയിലാണ് ക്രിയേറ്റീവ് ക്യാൻവാസ് എന്ന കൂട്ടായ്മയുടെ കലാസൃഷ്ടികളുടെ പ്രദർശനം നടന്നത്. ആനുകാലിക സംഭവങ്ങൾ, സമൂഹത്തിലെ വേദനകൾ, മറഞ്ഞുപോകുന്ന മാനുഷിക മൂല്യങ്ങൾ എല്ലാം ചിത്രങ്ങളായി ഇവിടെ സംസാരിക്കുന്നു. ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെടുന്ന മനുഷ്യർ, ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്ന ബന്ധങ്ങൾ, പുതിയ തലമുറയുമായി ബന്ധം പുലർത്താൻ സാങ്കേതികതയെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ. ഈ വിഷാദ യാഥാർത്ഥ്യങ്ങൾ ശക്തമായ ദൃശ്യഭാഷയായി മാറുന്നു. വർണ്ണങ്ങളുടെ സൗന്ദര്യത്തിനകത്ത് വേദനിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ചിത്രങ്ങൾ ഉയർത്തുന്നത്. കാണികളെ വെറും ആസ്വാദനത്തിലേക്ക് മാത്രമല്ല, ആഴത്തിലുള്ള ചിന്തയിലേക്കാണ് ഈ പ്രദർശനം നയിക്കുന്നത്. കണ്ണിനു മുന്നിൽ നിറങ്ങളും രൂപങ്ങളും വിരിയുമ്പോൾ മനസ്സിനുള്ളിലെ ചോദ്യങ്ങൾ ആസ്വാദനത്തെ മറികടന്ന് ചിന്തയിലേക്കുള്ള യാത്ര തുടങ്ങും. അമൃത ന്യൂസ്, കൊല്ലം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഭരണത്തിൽ വന്നാൽ തെരുവ് നായകളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഷെൽട്ടറിൽ അടയ്ക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഇതിനോടകം തന്നെ പലയിടത്തും കോർപ്പറേഷൻ അതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ തെരുവുനായ ശല്യത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ജനങ്ങൾ പറയുന്നത് കേൾക്കാം. ഡിസംബർ 26-ന് അധികാരത്തിൽ വന്ന നാൾ മുതൽ തിരുവനന്തപുരം നഗരത്തിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുന്നതിനായി നിരവധി നടപടികൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥയുടെ വീട്ടിൽ അനധികൃതമായി പാർപ്പിച്ചിരുന്ന തെരുവുനായ്ക്കളെ ഈ അടുത്താണ് കോർപ്പറേഷൻ ഇടപെട്ട് ഷെൽട്ടറിലേക്ക് മാറ്റിയത്. തിരുവനന്തപുരം നഗരത്തിലെ പലയിടത്തും മുൻപത്തെ അപേക്ഷിച്ച് തെരുവുനായ ശല്യത്തിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ഏകദേശം ഞങ്ങളുടെ ഏരിയയിലൊന്നും ഇല്ല, ഇപ്പോൾ ഇല്ല, കുറവില്ല. പട്ടി നാശല്യം കുറവുണ്ട്. എനിക്ക് സെക്രട്ടറിയുടെ കാര്യം അറിയുള്ളൂ, അവിടെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും തെരുവുനായ ശല്യം പലയിടത്തും തുടരുന്നുണ്ടെന്നും അതിനെതിരെ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് എനിക്ക് കുറഞ്ഞതായിട്ട് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒരു മാറ്റം ആയിട്ട് ഞാൻ കാണുന്നില്ല. ഞാനിപ്പോൾ രാവിലെ പേപ്പർ ഇടാൻ പോകുന്ന ആളാണ്, പേപ്പറിൻ്റെ ഏജൻ്റാണ്. രാവിലെ പട്ടിയുടെ ശല്യം ഒരുപാട് ഉണ്ട്. രാത്രിയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ തെരുവുനായുടെ ശല്യം ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ് അവർ ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അതിൽ ഒന്നാണ് ജനങ്ങൾക്ക് നേരെയുള്ള ഉപദ്രവം ഒഴിവാക്കുക എന്നുള്ളത്. അതാണ് ജനങ്ങളുടെ പ്രതീക്ഷ. തിരുവനന്തപുരം നഗരത്തിലെ പലയിടത്തുമുള്ള തെരുവുനായ ശല്യത്തിൽ ഇതിനോടകം തന്നെ കോർപ്പറേഷന്റെ ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന ആശങ്കകൾക്കുകൂടി കോർപ്പറേഷൻ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പൊതുജനങ്ങളുള്ളത്. ക്യാമറാമാൻ ജോസൽ ജേക്കബിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി ആലപ്പുഴ ജില്ലയിൽ തെരുവുനായയുടെ ശല്യം പെരുകുമ്പോൾ നായയുടെ കടിയേറ്റാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേറിട്ട കാഴ്ചയൊരുക്കുകയാണ് റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറായ ആലപ്പുഴ കഞ്ഞിക്കുഴി സ്വദേശി സോണി. ആ വിശേഷങ്ങൾ നോക്കാം. സോണി ഒരുക്കിയ സ്റ്റോളിലേക്ക് സന്ദർശകരെ വരവേൽക്കുന്നത് ശൗര്യമുള്ള നായയുടെ കുരയാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തീർത്ത നായയുടെ ശില്പത്തോടൊപ്പം തന്നെയാണ് കുരയും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുള്ളത്. നായയെ മാത്രമല്ല, പൂച്ചയുടെ രൂപവും ഇങ്ങനെ സജ്ജമാക്കിയിട്ടുണ്ട്. കടിയേറ്റ മനുഷ്യന്റെ ശില്പമാണ് സ്റ്റോളിന്റെ പ്രധാന ആകർഷണം. സ്റ്റോളിന് മുന്നിലൂടെ ആരെങ്കിലും കടന്നുപോയാൽ നായ കുരയ്ക്കുന്ന തരത്തിൽ സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ട്. കടിയേറ്റ ഭാഗം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുന്ന രീതിയിലാണ് യുവാവിന്റെ രൂപം. നായയുടെ കടിയേറ്റ ഭാഗം 15 മിനിറ്റോളം സോപ്പ് വെള്ളത്തിൽ കഴുകിയാൽ രോഗാണുക്കൾ 90% നശിക്കുമെന്ന് സോണി പറയുന്നു. ഇതറിയാതെയാണ് ഭൂരിഭാഗം പേരും ചികിത്സ തേടുന്നത്. കടിയേറ്റ വ്യക്തി അപകടാവസ്ഥയിലാകുന്നത് ഇങ്ങനെയാണ്. രോഗാണുബാധയുള്ളൊരു പട്ടിയെ കടിച്ചതെങ്കിൽ അതിൻ്റെ രോഗാണുക്കൾ ആ കടികളിലെ മുറിവിലൂടെ അകത്തേക്ക് കയറും. പക്ഷെ അതൊരു
മിനിമം 1 മില്ലിമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും വേണമെന്നുള്ളതാണ് പറയുന്നത്, ശാസ്ത്രീയമായിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഈ വൂണ്ട് അല്ലെങ്കിൽ ആ മുറിവേറ്റ ഭാഗം വൃത്തിയായിട്ട് കഴുകുകയാണെങ്കിൽ ഒരു 100% അല്ലെങ്കിൽ 99% ആ രോഗത്തെ തടഞ്ഞു നിർത്താൻ പറ്റും. അതിനുശേഷം ആണ് രണ്ടാമത്തെ കാര്യം ആലോചിക്കേണ്ടത് ആ വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മനസ്സിൽ പതിയുന്ന രൂപങ്ങളും ശബ്ദവിന്യാസവും സന്ദർശകരെ ആഴത്തിൽ സ്വാധീനിക്കുമെന്നാണ് സോണിയുടെ അഭിപ്രായം. മുൻ ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടറായ സോണി ജില്ലാ മെഡിക്കൽ ഓഫീസർ, NRHM, മാസ് മീഡിയ എന്നിവയ്ക്കായി നിരവധി പ്രദർശനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബോധവൽക്കരണ ശില്പങ്ങൾ പലരും ഒരുക്കിയിട്ടുണ്ടെങ്കിലും സെൻസറുമായി ബന്ധിപ്പിച്ചുള്ള ശില്പനിർമ്മിതി ഇന്ത്യയിൽ തന്നെ ആദ്യമാണെന്നാണ് സോണിയുടെ വാദം. സോണിയുടെ പെയിന്റിങ്ങുകളും ശില്പങ്ങളും മുൻപും ശ്രദ്ധ നേടിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലിയിൽ നിന്നും വിരമിച്ച സോണി തുടർന്ന് ഏകാരോഗ്യം പദ്ധതിയിൽ ജില്ലാ മെന്ററായിരുന്നു. ചിത്രകലയിൽ ഡിപ്ലോമ ഹോൾഡറുമാണ്. ഭാര്യ ആശാലത ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ ജില്ലാ ഓഫീസ് ജീവനക്കാരിയാണ്. മക്കളായ അനഘയും ആർജിത്തും അച്ഛന്റെ പാത പിന്തുടർന്ന് ചിത്രകലയിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. കോട്ടയം മുണ്ടക്കയത്ത് ഓട്ടത്തിനിടെ ടൂറിസ്റ്റ് ബസ് കത്തി നശിച്ചു. യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 4 മണിയോടെ മുണ്ടക്കയം ടൗണിലായിരുന്നു സംഭവം. കോട്ടയം സ്വദേശിനികളുടെ മോക്ഷ എന്ന ടൂറിസ്റ്റ് ബസ്സാണ് കത്തി നശിച്ചത്. മധുരയിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്നു ബസ്. സ്ത്രീകളും കുട്ടികളും അടക്കം 45 അംഗ വിനോദ യാത്രാ സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. മുണ്ടക്കയത്തെത്തിയപ്പോൾ ബസ്സിൽ നിന്നും പുക ഉയർന്നതിനെ തുടർന്ന് ആളുകളെ പുറത്തിറക്കി പരിശോധിക്കുന്നതിനിടെ വാഹനത്തിന്റെ ടയർ പൊട്ടുകയും തീ പടരുകയുമായിരുന്നു. വാഹനത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന യാത്രക്കാരുടെ വസ്തുവകകളെല്ലാം കത്തി നശിച്ചു. വ്യവസായി CJ റോയിയുടെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കുന്നു. മരണസമയത്ത് ഓഫീസിലുണ്ടായിരുന്ന IT ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യും. സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിലാണ്. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നേക്കും. വിശദാംശങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഏറെ വിവാദമുള്ള അല്ലെങ്കിൽ ഏറെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. മാത്രമല്ല, ആ സമയത്ത് ഈ IT ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ വിമർശനവും അല്ലെങ്കിൽ ആരോപണവും ഒക്കെ ഉയർന്നിരുന്നു. അവർ വീണ്ടും ചോദ്യം ചെയ്യുന്നതിലൂടെ കുറച്ചുകൂടി വ്യക്തത വരും. മാത്രമല്ല, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടെ വരുമ്പോൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി വ്യക്തത വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ? ഗുഡ് മോർണിംഗ് ലിജിൻ. ഈ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ തന്നെ ഈ IT ഉദ്യോഗസ്ഥർ, ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. ആ ഒരു സമ്മർദ്ദമാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത് എന്നതായിരുന്നു ആദ്യം മുതൽ ഉണ്ടായിരുന്ന ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ ഡയറി പരിശോധിച്ചതിൽ നിന്നാണ് ഇതിൽ ഒരു മാറ്റം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ഒരു ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വ്യക്തമാക്കുന്നത് മുൻപ് തന്നെ അദ്ദേഹം ഇത്തരത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ. അതാണ് ഈ കേസിൽ, ഈ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്ന സ്റ്റാഫുകൾ പറഞ്ഞ ചില അദ്ദേഹം ഓഫീസിൽ വന്ന സമയവും ഈ കൃത്യം നടന്ന സമയവുമായി ബന്ധപ്പെട്ട മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. അത് ഇല്ലാതാക്കണം. അതിനുവേണ്ടി ഓഫീസിൽ ഉണ്ടായിരുന്ന ആളുകളെയും ഒപ്പം തന്നെ ഈ IT ഉദ്യോഗസ്ഥരെയും ഒക്കെ വീണ്ടും ചോദ്യം ചെയ്യും എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലും അന്വേഷണവും ഈ കേസിൽ ആവശ്യമാണ്. മാത്രമല്ല, ഇതിൽ നേരത്തെ തന്നെ IT ഉദ്യോഗസ്ഥരോട് മടങ്ങിപ്പോകരുത്, അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരോട് മടങ്ങിപ്പോകരുത്, അവിടെ തന്നെ സ്റ്റേ ചെയ്യണം എന്ന് രേഖാമൂലം അന്വേഷണ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ്. എന്തായാലും ഈ വിഷയത്തിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലായിരിക്കും ഇനി ഉണ്ടാവുക. അത് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആ ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോവുക. മാത്രമല്ല, ഈ ഡയറിയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചില സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ച അന്വേഷണവും ഇതിന് സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വിദേശത്തുണ്ടായിരുന്ന ചില സംരംഭങ്ങൾ, ചില ഇടപാടുകൾ, അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന്, ചില തിരിച്ചടികൾ നേരിട്ടു, സാമ്പത്തികമായ തിരിച്ചടികൾ നേരിട്ടു എന്ന സൂചനകൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അതിൽ വിശദമായ ഒരു അന്വേഷണം നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ അതും കൂടി അന്വേഷിച്ചതിന് ശേഷമായിരിക്കും ഇതിലെ തുടർ നടപടിക്രമങ്ങളിലേക്കൊക്കെ പോലീസ് കടക്കുക. എന്തായാലും ഇക്കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വീണ്ടും ഈ ഓഫീസിലുള്ള അംഗങ്ങളെയും ഒപ്പം തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരെയും വീണ്ടും വിശദമായി ചോദ്യം ചെയ്യുക. ഒപ്പം ഈ ഡയറിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറെ കൂടി വിപുലമായിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവുക. ഈ താൻ മുന്നേ തന്നെ ഇത്തരത്തിൽ മരണത്തെക്കുറിച്ച്
മരണത്തെക്കുറിച്ച് അദ്ദേഹം മരണത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നു എന്ന ചില സൂചനകൾ ഈ ഡയറിയിൽ നിന്നും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിൽ നിന്നും ഒപ്പം തന്നെ ചില കുടുംബാംഗങ്ങളുടെ ഒക്കെ മൊഴികളിൽ നിന്നുമൊക്കെ ലഭിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. അതിന് വിശദമായിട്ടുള്ള അന്വേഷണം വേണം. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കുടുംബാംഗങ്ങൾ കൊച്ചിയിൽ നടത്താനായിട്ട് തീരുമാനിച്ചിരുന്ന വാർത്താ സമ്മേളനം നീട്ടിവെക്കുകയും ചെയ്തിരിക്കുന്നത്. ലിജിൻ, ശരി, എന്തായാലും വ്യവസായി CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വ്യക്തത തേടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കുകയാണ്. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. തന്ത്രി കണ്ഠരർ രാജീവരുടെ ജാമ്യ ഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലെത്തുകയാണ്. കൊള്ളയിൽ പങ്കില്ല എന്ന് തന്ത്രി ആവർത്തിക്കുമ്പോൾ ഗൂഢാലോചനയിൽ പങ്കെന്നാണ് SIT പറയുന്നത്. എന്നാൽ കുറ്റപത്രം വൈകുന്നു എന്നാരോപിച്ച് സ്വാഭാവിക ജാമ്യത്തിനായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED പ്രതികളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത രേഖകളിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പലരും ഇത്തരത്തിൽ കുറ്റപത്രം നൽകാൻ വൈകുന്നു എന്ന രീതിയിൽ അവർ പുറത്തിറങ്ങി സ്വാഭാവിക ജാമ്യം ലഭിക്കുകയും ചെയ്തു. അത് മുന്നിൽ കണ്ടുകൊണ്ടാകുമല്ലോ പോറ്റി ഇപ്പോൾ ഈ ജാമ്യ ഹർജിയുമായി പോകുന്നത്. മറുവശത്ത് ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അദ്ദേഹം പറയുന്നു തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുമ്പോഴും മറുവശത്ത് വാദം SIT കുറച്ചുകൂടെ കടുപ്പിക്കുകയാണ്, ഗൂഢാലോചനയിൽ പങ്ക് ഉണ്ട് എന്നുള്ളത്. സുധീഷ്, തീർച്ചയായും തന്ത്രി അത്തരത്തിലുള്ള ഒരു വാദമാണ് ഇത്തരത്തിൽ കോടതിക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. കാര്യം ഈ കേസിലുമായി തനിക്ക് യാതൊരു ബന്ധമില്ല, ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് താൻ ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഇപ്പോൾ നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഈ കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തന്നെയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്ത്രി സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ SIT സംഘം പറയുന്നത് ഈ തന്ത്രിക്ക് കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുപ്പമാണുള്ളത്, വലിയ ഒരു രീതിയിലുള്ള അടുപ്പമാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സ്വർണം ശബരിമലയിൽ നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ തന്ത്രിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു, കൃത്യമായ അറിവുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു കേസാണ് തന്ത്രിയുടെ മേൽ SIT സംഘം ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കേസുകളിലൊക്കെ തന്നെ നാം കണ്ടതാണ് 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ പ്രതികൾ ഓരോരുത്തരായി ജാമ്യ ഹർജി ഫയൽ ചെയ്ത് സ്വാഭാവിക ജാമ്യം നേടിക്കൊണ്ട് കോടതിക്ക് അല്ലെങ്കിൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഒക്കെ ആയിരുന്ന മുരാരി ബാബു, ശ്രീകുമാർ, ഒപ്പം സുധീഷ് കുമാർ, ഈ 3 പേരാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഈ ഒരു നീക്കം തന്നെയാണ് മറ്റു പ്രതികളും ഇപ്പോൾ നടത്തുന്നത്. കാരണം ഈ സ്വാഭാവിക ജാമ്യം ലഭിക്കുക എന്നുള്ളത് ഒരു പ്രതിയുടെ അവകാശം കൂടി തന്നെയാണ്. അത് കോടതിക്ക് പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇതിൽ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്നൊരു വീഴ്ച ഈ SITയുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കാലതാമസം നേരിടുന്നു എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതികൾ ഓരോരുത്തരും ഇത്തരത്തിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നതും തന്ത്രിയുടെ ജാമ്യ ഹർജിയും ഈ തരത്തിൽ തന്നെയാണ് കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തന്ത്രിയുടെ കട്ടിളപ്പാളി, ദ്വാരപാലക, ശില്പ കേസുകളിലെ 2 കേസുകളിലെയും ഒരു വാദമായിരിക്കും ഇന്ന് കോടതിയിൽ നടക്കുക. പ്രതിഭാഗം ഈ പറയുന്ന തരത്തിൽ ആചാരപരമായ കാര്യങ്ങൾ മാത്രമാണ് തന്ത്രിക്ക് പങ്ക് എന്ന തരത്തിലുള്ള വാദം മുന്നോട്ട് വെക്കും. ഒപ്പം SIT എന്നാൽ ജാമ്യം നിഷേധിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കും. അതിലൊരു വാദമായിരിക്കും ഇന്ന് കോടതി കേൾക്കുക. ശരി, എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് തന്ത്രി കണ്ഠരർ രാജീവർക്ക് ഇന്ന് നിർണായകമെന്ന് തന്നെ പറയാം. കാരണം ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതിയിലെത്തുന്നു. മറുവശത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ്. സുധീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പഠിച്ചു വളരേണ്ട പ്രായം, പക്ഷേ വിധി അതിനൊരു തടസ്സമാകുന്നു. ആശുപത്രി കിടക്കയിലും വീട്ടിലും വേദന നിറഞ്ഞ നിമിഷങ്ങൾ തള്ളി നീക്കുമ്പോഴും നന്ദകുമാറിന് പ്രതീക്ഷയേറെയുണ്ട്. ആരോഗ്യത്തോടെ താൻ തിരിച്ചു വരുമെന്ന്. രക്താർബുദ ബാധിതനായ 9ാം ക്ലാസ് വിദ്യാർത്ഥി നന്ദകുമാറിന് അടിയന്തരമായി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായി വന്നിരിക്കുകയാണ്. ഇതുവരെ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചെലവഴിച്ച കുടുംബത്തിൻ്റെയും നന്ദകുമാറിൻ്റെയും ഇനിയുള്ള പ്രതീക്ഷ സുമനസ്സുകളുടെ കരുണയിലാണ്. കൊല്ലം അഞ്ചാലുമൂട് സ്വദേശിയായ വിജയകുമാറിന്റെയും ധന്യയുടെയും ഏകമകനാണ് നന്ദകുമാർ. അഞ്ചാലുമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി. പഠിച്ചും കളിച്ചും നടക്കേണ്ട പ്രായത്തിൽ ഇന്ന് ആശുപത്രി മുറികളിലാണ് നന്ദകുമാറിന്റെ ദിനങ്ങൾ. നന്ദകുമാറിന് രക്താർബുദം ബാധിച്ചതോടെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളാണ് നിലച്ചത്. ഇതിനകം 3 ഘട്ടം കീമോതെറാപ്പി സ്വീകരിച്ചു. എന്നാൽ പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതിരുന്നതോടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ചികിത്സയാണ് പിന്നീട് ആരംഭിച്ചത്.
ഉള്ളതെല്ലാം വിറ്റും പണയപ്പെടുത്തിയും സ്കൂൾ വഴിയും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് സമാഹരിച്ച തുകയും കൊണ്ട് ഈ ഘട്ടം വരെ എത്തി. ഇനി 40 ലക്ഷം രൂപ വരുന്ന ഒരു ഇഞ്ചക്ഷനും തുടർന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും നടത്തണം. ഡോക്ടർ പറഞ്ഞ് 3ാമത് ടെസ്റ്റ് ചെയ്ത് കീമോതെറാപ്പി ചെയ്തപ്പോഴും അസുഖം വീണ്ടും അതേപോലെ തന്നെ പോസിറ്റീവ്, കുറയുന്നില്ല, നെഗറ്റീവ് ആവുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, 2 ലക്ഷം രൂപ വീതം വിലയുള്ള 4 ഇഞ്ചക്ഷൻ എടുത്ത് നമ്മളിതുവരെ. ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്പ്ലാന്റ് എന്ന്. പക്ഷേ നമുക്ക് ആ ഇഞ്ചക്ഷൻ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ലായിരുന്നു. എങ്കിലും നമ്മളത് നാട്ടുകാരെല്ലാം സഹായിച്ച്, മോൻ്റെ സ്കൂളുകാരും എല്ലാവരും സഹായിച്ച് 4 ഇഞ്ചക്ഷൻ എടുത്ത്. പക്ഷെ അതിനുശേഷം ആണ് ഇത്രയും വലിയ തുക ട്രാൻസ്പ്ലാന്റിന് വേണമെന്ന് ഡോക്ടർ പറഞ്ഞത്. കൂലിപ്പണിക്കാരനായ വിജയകുമാറിന്റെ വരുമാനത്തിലാണ് മാതാപിതാക്കളും ഉൾപ്പെടുന്ന 5 അംഗ കുടുംബത്തിന്റെ ജീവിതം. മകന്റെ ചികിത്സയ്ക്കായി ആകെ ഉണ്ടായിരുന്ന 1.5 സെന്റ് ഭൂമിയും കുടുംബം പണയപ്പെടുത്തി. ഇനി മുന്നോട്ടുള്ള ചികിത്സ സുമനസ്സുകളുടെ സഹായമില്ലാതെ സാധ്യമല്ല. നന്ദകുമാറിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായം തേടുകയാണ് ഈ കുടുംബം. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സകൾക്കുമായി 70 ലക്ഷം രൂപയോളം ചിലവ് വരും. 3 കോഴ്സ് കീമോ ചെയ്തപ്പോഴും 3 കോഴ്സിലും MRD എന്ന് പറയും, ബോൺമാരോ ചെയ്തതിൽ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുകയാണ്. അതിനിപ്പോൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നത് നല്ലതല്ല. ഇനിയിപ്പോൾ അതുകൊണ്ട് മുന്നോട്ടായിട്ട് കീമോ ചെയ്തിട്ട് പോയിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഫൈനലി ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റുള്ളൂ. ഒരു കുട്ടിയുടെ ബാല്യവും ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളുമാണ് ഇപ്പോൾ സുമനസ്സുകളുടെ കരുണ കാത്തിരിക്കുന്നത്. ഒരു കുഞ്ഞിന്റെ നല്ല നാളേക്കായുള്ള അവസാന പ്രതീക്ഷ നമ്മളാണ്. ഒരു ചെറിയ സഹായം ഒരു വലിയ ജീവൻ രക്ഷിക്കാം. ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയും പണയപ്പെടുത്തിയും നന്ദകുമാറിന്റെ ചികിത്സ ഈ കുടുംബം ഇതുവരെ നടത്തി. ഇനി നന്ദകുമാറിന് മജ്ജ മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള ചികിത്സകളാണ് നടത്തേണ്ടിയിരിക്കുന്നത്. അതിനായി 70 ലക്ഷത്തോളം രൂപയാണ് ചിലവ് വരുന്നത്. അതിനുവേണ്ടിയാണ് ഈ കുടുംബം പ്രേക്ഷകരുടെ സഹായം ചോദിക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. സ്വർണ്ണാഭരണ ബിസിനസ് രംഗത്ത് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം മഹിമ നമ്പ്യാർ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വീണ ജോർജ്, നഗരസഭ അധ്യക്ഷ സിന്ധു അനിൽ, രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഉണ്ടെന്നും ഒപ്പം വമ്പൻ ഓഫറുകൾ ലഭ്യമാണെന്നും ടീം രാജകുമാരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പിലൂടെ 10 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് മോതിരം സമ്മാനമായി നൽകി. സ്ഥാപനമാണ്. അന്ന് സല്ലാപത്തിൽ അഭിനയിച്ചതിനു ശേഷം മഞ്ജു വാര്യറാണ് ഈ സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് അംബാസഡർ തിരഞ്ഞെടുക്കുന്നത് മഹിമ നമ്പ്യാരെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ലൈംഗിക അതിക്രമം ആരോപിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. കഴിഞ്ഞ 27-നാണ് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയത്. തുടർന്ന് 29-ന് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതിനിടെ ഷിംജിത മുസ്തഫയ്ക്കായി പോലീസ് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി. റിമാൻഡ് കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയാണ് പോലീസ് ഇന്നലെ കസ്റ്റഡി അപേക്ഷ നൽകിയത്. പ്രതിയെ ബസ്സിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. ഈ മാസം 5-ന് കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ഇടം നേടി കേരളം എന്ന ആതിഥേയരായ അസമിനെതിരെ ക്വാർട്ടർ ഫൈനലിൽ ഇറങ്ങുകയാണ്. ഗ്രൂപ്പ് ബിയിലെ 5 മത്സരങ്ങളിൽ 3 വിജയിച്ച് 10 പോയിന്റുമായി 1-ാം സ്ഥാനക്കാരായാണ് കേരളം അവസാന 8-ലേക്ക് എത്തിയത്. റെയിൽവേസുമായി 1-1 സമനിലയിൽ പിരിഞ്ഞ കേരളം അവസാന മത്സരത്തിൽ സർവീസിനോട് ഏകപക്ഷീയമായ ഗോളിനാണ് പരാജയപ്പെട്ടത്. അതേസമയം എ ഗ്രൂപ്പിൽ 1 മത്സരം മാത്രം വിജയിക്കുകയും 1 സമനില നേടുകയും 3 മത്സരങ്ങൾ സമനിലയിലാക്കുകയും ചെയ്ത അസം 4-ാം സ്ഥാനക്കാരെ കഷ്ടിച്ചാണ് ക്വാർട്ടറിലേക്ക് എത്തിയത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം നടക്കും. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് വമ്പൻ പോരാട്ടം. എലിമിനേറ്ററിൽ എത്തിയ ഗുജറാത്ത് ജയൻസും ഡൽഹി ക്യാപിറ്റൽസും നിർണായക പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ലീഗ് ഘട്ടത്തിൽ 2 തവണ ജയൻസിനോട് തോറ്റ ഡൽഹിക്ക് തുടർച്ചയായ 4-ാം ഫൈനലിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കാൻ ഇനി ജയിച്ചേ മതിയാകൂ.
ലീഗ് മത്സരങ്ങളിൽ സോഫി ഡിവൈൻ്റെ പരിചയസമ്പന്നതയ്ക്ക് മുന്നിൽ റൺ ചേസിൽ തളർന്ന ഡൽഹി അവസാന ദിനം മാത്രമാണ് യോഗ്യത ഉറപ്പിച്ചത്. മറുവശത്ത് അവസാന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ കീഴടക്കി ജയൻസ് 2ാം സ്ഥാനത്തോടെയാണ് എലിമിനേറ്ററിൽ എത്തുന്നത്. രാത്രി 7:30 മുതൽ വഡോദരയിലാണ് മത്സരം. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.